ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പ്രതികരിച്ച് നടി മഞ്ജു വാര്യർ. നീതി പൂർണ്ണമായി നടപ്പായെന്ന് പറയാൻ കഴിയില്ലെന്നും കുറ്റം ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിലുണ്ടെന്നും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്നും മഞ്ജു വാര്യർ കുറിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് താരത്തിൻ്റെ പ്രതികരണം. മഞ്ജു വാര്യരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് ഒരിക്കലും പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസിനും നിയമവിധാനത്തിനും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹമുള്ള വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ എന്ന് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിത്തീരും. അന്നും ഇന്നും ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾ 20 വർഷം കഠിന തടവാണ് വിചാരണ കോടതി വിധിച്ചത്. നടൻ ദിലീപ് അടക്കം 4 പേരെ കുറ്റവിമുക്തരാക്കി. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ 20 വർഷം കഠിന തടവ് വിധിച്ചതിനു പുറമെ പിഴ കൊടുക്കാത്ത പക്ഷം പ്രതികൾ 1 വർഷം കൂടി തടവ് അനുഭവിക്കപ്പെടുമെന്നും പിഴത്തുകയിൽ നിന്ന് 5.5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. കേസിൽ വിചാരണ കോടതിയിൽ നിന്നും പരിപൂർണ്ണ നീതി കിട്ടിയില്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി അജിത് കുമാർ പ്രതികരിച്ചിരുന്നു. സംഭവത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ആദ്യം പൊതുയിടത്തിൽ തുറന്നു പറഞ്ഞ് നടി മഞ്ജു വാര്യർ പ്രോസിക്യൂഷൻ കേസിലും ശക്തമായ മൊഴി നൽകി. ഒപ്പമുണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് മഞ്ജു വാര്യർ. ആക്രമിച്ച കേസിലെ കോടതി വിധിക്കെതിരെ അതിജീവിതയും ശക്തമായി തന്നെ ആഞ്ഞടിച്ചിരുന്നു. വിധിയിൽ അത്ഭുതമില്ലെന്നും കോടതിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം നേരെ തന്നെ നഷ്ടപ്പെട്ടിരുന്നു എന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ അതിജീവിത വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രാജ്യത്തിന് നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെ അല്ലെന്ന് വേദനയോടെ തിരിച്ചറിയുന്നു എന്നും തൻ്റെ മൗലികാവകാശം സംരക്ഷിക്കപ്പെട്ടില്ലെന്നും അതിജീവിതത്തിൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് മഞ്ജു വാര്യരുടെ പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്. മഞ്ജു വാര്യർ ഈ വിഷയത്തിൽ അണുവിട പിന്നോട്ടില്ലെന്ന് വ്യക്തമാണ്. മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്താണ് രമേശ് പിഷാം. പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനായ കോടതി വിധിയെ അനുകൂലിച്ചാണ് രമേശ് പിഷാരടി സംസാരിച്ചത്. ദിലീപ് തെറ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു എന്നും വാദിച്ചു. ദിലീപ് കുറ്റവിമുക്തനായതിനു ശേഷം മലയാള സിനിമ ലോകത്ത് ദിലീപ് അനുകൂല തരംഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ സംഘടനകളും പ്രബല താരങ്ങളും ദിലീപിന് വേണ്ടി സംസാരിച്ചേക്കും. യുക്തിക്ക് നിരക്കാത്ത പല കഥകളും ദിലീപ് അനുകൂലികൾ ഇതിനിടെ പ്രചരിപ്പിച്ചു. മഞ്ജു വാര്യർ, രമ്യ നമ്പീശ് തുടങ്ങിയവർ കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നായിരുന്നു ആദ്യം പ്രചരിച്ച. ഇതൊന്നും മഞ്ജുവിനെ ബാധിക്കില്ലെന്നും ഇപ്പോഴത്തെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ്. മലയാള സിനിമാ രംഗം വരും നാളുകളിൽ 2 ചേരിയിലാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ സിനിമാ ലോകത്തെ ഒരു ഗ്രൂപ്പിനെ തള്ളിപ്പറയുന്നവരാണ് ദിലീപ് പക്ഷക്കാരിൽ കൂടുതലും. മട്ടാഞ്ചേരി ടീം എന്ന പേരിൽ അറിയപ്പെടുന്നവർ ദിലീപിനെ തള്ളിപ്പറയുന്നവരും. ഇതിനിടെ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ നിലപാട് നിർണായകമായി മമ്മൂട്ടിയും മോഹൻലാലും മൗനം പാലിക്കുമെന്നും ജനത്തിന് ഉറപ്പാണ്. കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം ദിലീപ് പ്രതികരിച്ചപ്പോൾ എടുത്തു പറഞ്ഞ പേര് മഞ്ജു വാര്യരുടേതാണ്. മഞ്ജുവിൻ്റെ വാക്കുകളാണ് തൻ്റെ നേരം അന്വേഷണം നീങ്ങാൻ കാരണമായതെന്നാണ് ദിലീപ് പറഞ്ഞത്. വരും ദിവസങ്ങളിൽ ദിലീപിൻ്റെ കൂടുതൽ പ്രതികരണങ്ങൾ വന്നേക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.